എത്തിച്ചേർന്നിരിക്കുന്നവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം. ഈ യോഗത്തിന് നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര സാധന. പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായ എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചേരിയായ എൻ്റെ കരത്തിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങും എങ്ങും നിറായും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എങ്ങും എന്നിൽ ദയ ചൊരിയണമേ. എങ്ങും എന്നിൽ ദയ ചൊരിയണമേ. എങ്ങും എന്നിൽ ദയ ചൊരിയണമേ. പ്രിയപ്പെട്ട എച്ചമ്മ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. സീനിയർ ടീച്ചറായിട്ടുള്ള വിജയ ടീച്ചറിനെ സ്വാഗതഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഇന്ന് എല്ലാവരും അതീവ സന്തോഷത്തിലാണ് അല്ലേ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചറിനാവുന്ന ചിലപ്പം ടീച്ചർ സമയത്തൊക്കെ ചേർന്ന കഴിഞ്ഞ് അറിഞ്ഞുകൊണ്ടാണ് സ്കൂളുകളിൽ വരുന്നത് ആദ്യത്തെ ദിവസം. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഭയങ്കര ഓർമ്മ അല്ലേ? എല്ലാവരും നല്ല അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് ശരിക്കും കുട്ടികളാണെങ്കിലും ഇന്നത്തെ ഈ ദിവസം ജീവിതം നമുക്ക് എപ്രകാരം നമ്മളുണ്ട് അത്രയും നമ്മൾ നമ്മുടെ മനസ്സിൽ ഓർത്ത് വെക്കുന്ന ഒരു ദിവസമായിരിക്കും അല്ലേ? നമ്മൾ ആദ്യമായി സ്കൂളിൽ പ്രവേശനം ലഭിച്ച് തൊപ്പിയൊക്കെ ഇട്ടിട്ട് അല്ലേ നല്ല VIP ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ? എല്ലാവർക്കും സന്തോഷമല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾ ഈ സ്കൂളില് വന്നു ചേർന്ന ഒരുപാട് നല്ല നല്ല കൂട്ടുകാരെ കൂട്ടണം കേട്ടോ. അതുപോലെ നല്ല സൗഹൃദങ്ങളും നല്ല അധ്യാപകരും നല്ല സ്വഭാവത്തിന് ഉടമകളായിരിക്കണം നിങ്ങൾ കേട്ടോ. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ളത് പഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ പ്രിയ കവി കുഴപ്പമില്ല പറഞ്ഞിരിക്കുന്നത് പോലെ തിങ്കളും താരങ്ങളും തൂവല്ലി പദർച്ചിഹ്നം തുങ്കമാം വാങ്ങിച്ചോട്ടി ആനന്ദ വിദ്യാലയം. അതായത് മനോഹരമായ ആകാശത്തിന്റെ ചുവട്ടില് അതിമനോഹരമായ ഭൂമിയില്
എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലേ? പാഠപുസ്തകത്തിനപ്പുറം, പാഠപുസ്തകത്തിനൊരു പദ്ധതിയുണ്ട് അല്ലേ? അതിനപ്പുറം നമ്മൾ പുറത്തോട്ടൊന്ന് നോക്കിയാൽ പൂമ്പാറ്റകൾ തന്നെ എത്ര കാലം എന്തെല്ലാം തരം അവരുടെ ജീവിത ഘട്ടങ്ങൾ, പൂക്കൾ തന്നെ ഇങ്ങേയറ്റ ഒരു കുഞ്ഞു ഉറുമ്പിന് പോലും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. അപ്പം എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിച്ചും എല്ലാ പക്ഷിമൃഗാദികളെയും ജീവജാലങ്ങളെയും സസ്യങ്ങളെയും സ്നേഹിച്ചും കൂടിയിരിക്കുന്ന സുഹൃത്തുക്കളെ സ്നേഹിച്ചും അധ്യാപക സ്നേഹത്തിലൂടെ ബഹുമാനിച്ച് നിങ്ങൾ പഠിച്ചു വരണം. അല്ലേ? അപ്പം എല്ലാവർക്കും ഒരു നല്ല ഒരു പ്രവേശന ദിനം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വാഗതം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ PTA പ്രസിഡന്റ്, SMC ചെയർമാൻ, നമുക്ക് ഇന്ന് ടീച്ചർ രാവിലെ സ്കൂളിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ചെയർമാൻ സ്കൂളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ടീച്ചറാണ്. അതുപോലെ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പരിപാടികളിലും നമ്മുടെ ടീച്ചർമാരോടൊപ്പം നിന്ന് എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന നമ്മുടെ SMC ചെയർമാന് ടീച്ചർ ആദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാം ഓരോ സ്ഥാനത്തിരിക്കുമ്പോഴും ഓരോരുത്തർക്കും ഒരുപാട് തിരക്കാണ്. അപ്പം അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാക്കി നമുക്ക് പെരുമാൾ അദ്ദേഹം ഇപ്പൊ എത്തിച്ചേരാൻ സാധിച്ചില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് നമ്മുടെ പഠനോപകരണ വിതരണം ചെയ്യാൻ നമുക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ സ്കൂളിലെ പരിപാടിയെ ആദ്യമായിട്ടാണ് ശാന്തമാണോ നമ്മുടെ പ്രിയ കൗൺസിലർ ശാന്തമാണോ പങ്കെടുക്കുന്നത്. നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. നമ്മുടെ സ്കൂളിനെ കഴിഞ്ഞ കൗൺസിലർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നതുപോലെ നമ്മുടെ ഈ ഒരു വാർഡിലുള്ള നല്ല ഒരു ഗവൺമെന്റ് LP സ്കൂളാണ്. എല്ലാ പ്രാധാന്യത്തോടും കൂടി ഈ സ്കൂളിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും മുൻഗണന നൽകും എന്ന പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലറിനെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട HMനെ നമുക്ക് പ്രത്യേക സാഹചര്യത്തിൽ ടീച്ചറിന് സ്റ്റേറ്റ് കയറാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ടീച്ചറായിരുന്നു സ്വാഗതം പറയുന്ന ടീച്ചറിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പറയുന്ന നമ്മുടെ യേശുദാസ് സാറ്, ആശംസ പറയുന്ന സലീന, ജസിയ, സരാജ് സാറ് എന്നിവർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പിന്നെ ഏറ്റവും കൂടുതൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത് എൻ്റെ മുത്തുമണികളായ റോസാപ്പൂക്കളായ പൊന്നു മക്കൾക്ക് എല്ലാ സന്തോഷത്തോടും കൂടി ഹൃദയത്തിൽ നിന്നൊരു സ്വാഗതം. ഈ ചടങ്ങിന്റെ ഉദ്ഘാടകനായി തീരുമാനിക്കപ്പെട്ടിരുന്ന ആലപ്പുഴ നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ ഫൈസൽ അവർ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനമായി നൽകുന്ന പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള വാർഡിന്റെ പ്രിയങ്കരായ കൗൺസിലർ എൻ്റെ വാർഡ് കൂടിയാണ്. അതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം എൻ്റെ വാർഡില് ഉള്ള സ്കൂളും കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി അതിന്റെ പങ്കാളിത്തം വഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ പ്രിയങ്കരായ വാർഡ് കൗൺസിലർ ശൈലജ ചേച്ചി, അതുപോലെ തന്നെ മാതൃസംഗമത്തിന്റെ പ്രസിഡന്റ് ജസിയ, വൈസ് ചെയർപേഴ്സണായിട്ടുള്ള സെലീന, സ്റ്റാഫ് സെക്രട്ടറിയായിട്ടുള്ള യേശുദാസ, സ്വരാജ്, മറ്റ് എല്ലാ അധ്യാപകരും എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പ്രിയമുള്ള രക്ഷിതാക്കളടക്കം ഇവിടെ സഹകരണ സംഘത്തിൽ തന്നെ ടീച്ചർ ചെറിയ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്.
സന്തോഷം നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് സ്കൂളിന്റെ ഒരു അന്തരീക്ഷ ക്രമീകരണത്തിൽ പരമപ്രധാനമായിട്ടുള്ളത്. അതൊരു പക്ഷേ നമുക്കിവിടെ കുഞ്ഞുങ്ങൾക്ക് പാറി നടക്കുവാനുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ കുഞ്ഞുങ്ങളെ നമുക്ക് സ്കൂളിലേക്ക് അയച്ചാൽ മാത്രം പോരാ, അവരോടൊപ്പം ഈ സ്കൂളിന്റെ മറ്റ് ക്രമീകരണങ്ങളിലെല്ലാം ഇവിടുത്തെ അധ്യാപകരോടൊപ്പവും മറ്റ് പങ്കാളിത്തം വഹിക്കുന്ന ആളുകളോടൊപ്പം ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുവാൻ കൂടിയുള്ള ഒരു മനസ്സ്, ആ മനസ്സാന്നിധ്യം കൂടി വലിയ രക്ഷിതാക്കൾ ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളില് ഏറ്റവും മഹത്തരമായ രീതിയിൽ പരിപോഷിപ്പിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം അത് നമുക്ക് ഓരോരുത്തർക്കുണ്ട്. കാരണം കൂടുതൽ സമയവും അവർ ചെലവഴിക്കുന്നത്, ഒരു ദിവസത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മാതാപിതാക്കളോടൊപ്പം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ വിദ്യാലയത്തിൽ ചെലവഴിക്കപ്പെടുന്നതാണ്. കൂടുതൽ ഇന്റർവസി ഉള്ള ഒരു സ്ഥലമായി കുട്ടികൾക്ക് മാറുമ്പോൾ അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും കൂടി ആ സ്കൂളിനെ അടുത്തറിയുവാനും ആ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെയൊക്കെ പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ കരുതുന്നതാണ്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ഇവിടെ പാഠ്യമായ വിഷയം, പാഠ്യേതര വിഷയങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുമ്പോൾ അവരൊക്കെ വളർന്നു വരുമ്പോൾ ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി മറ്റുള്ളവരുടെ കണ്ണുകൾ ഉള്ളുകൊള്ളുന്നവരായി ജീവിതത്തെ കാണുവാൻ കഴിയുന്ന ഒരു ഇടത്തിലേക്ക് അവരെ കൊണ്ട് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ശരിയായ ഒരു മഹത്വമുള്ള മനുഷ്യനായി മാറുവാൻ കഴിയും. അപ്പൊ അത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൃത്യമായി അവരുടെ കഴിവുകളെ മനസ്സിലാക്കി അവർ പുലരുന്ന തരത്തിലുള്ള പാഠ്യമായ കാര്യങ്ങളെ അവരിലേക്ക് ആർജവത്തോടുകൂടി ആർജിക്കാൻ കഴിയുന്നത് ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർ കഠിനമായ ശ്രമത്തിലൂടെ സാധ്യമാകുന്നു. അപ്പൊ അവരെയൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ നടത്തുന്ന ആ പാഠ്യമായ കാര്യങ്ങൾക്കൊപ്പം സാമൂഹ്യപരമായിട്ടുള്ള അറിവ് ശേഖരിക്കുവാൻ കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കേണ്ടത് നമ്മുടേതായിട്ടുള്ള സപ്പോർട്ടോടുകൂടി. അപ്പൊ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിനെ ഏറ്റവും മഹത്തരമായ സ്കൂളാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഓരോരുത്തർക്കും കഴിയണമെന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമായി ഈ വേള കാണുകയാണ്. ഇനിയും തുടർന്നുള്ള നാളുകൾ ആലപ്പുഴ SDJVS എന്ന് പറയുന്ന സ്കൂള് എല്ലാ തലങ്ങളിലും ഈ സ്കൂളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കുഞ്ഞുങ്ങളുടെ പ്രവർത്തനങ്ങൾ, മറ്റുള്ള എക്സിബിഷനുകളടക്കം, ടെസ്റ്റുകളടക്കം ഓരോ കാര്യങ്ങളിലും ഇവിടെ കൃത്യമായി കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സംവിധാനമുണ്ട്. അതിൽ നിങ്ങളുടെ ഓരോരുത്തരും എല്ലാ മേഖലകളിൽ നിന്നുള്ള ഒരു പങ്കാളിത്തവും സഹായവും എല്ലാം ഉണ്ടാകണമെന്ന് ഈ അവസരം സൂചിപ്പിക്കുകയാണ്. വരുന്നവരുകളിൽ ഈ സ്കൂളിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രവർത്തനത്തിന്റെ പങ്കാളികളായി എല്ലാവരും ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും നന്ദിപൂർവ്വം സന്തോഷത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് അടുത്ത ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ പഠനോപകരണ കോഴ്സ് സാധനം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഈ സ്കൂളിന്റെ ആദരവ് വാർഷികോത്സവത്തിൽ നമ്മൾ നടക്കുന്ന ഒരു ആദരവും കൂടി ഈ വേളയിൽ നൽകുകയാണ്. അതിനുവേണ്ടി സ്കൂളിന്റെ പ്രിയങ്കരായ രാജി ടീച്ചറെയും അത് സ്വീകരിക്കുവാൻ വേണ്ടി വാർഷികോത്സവം ചേർത്തിയും ആദരവ് ക്ഷണിക്കും. Ada di daerah dan kita
ടീച്ചർ, കുഞ്ഞുമക്കളെ, ഇന്ന് ഏറ്റവും നല്ല ഒരു സുന്ദരമായ ഒരു നിമിഷം നമ്മൾ ആസ്വദിക്കുകയാണ്. 2 മാസവും എല്ലാ സ്കൂളിന്റെ എല്ലാ മേഖലകളിലും മാറുന്നത് അവരിക്കാലം നല്ലപോലെ ആഘോഷിച്ച് കൊണ്ടുപോകുന്നത്. ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നതിന്റെ എല്ലാം മറന്ന് സ്കൂളിലെ എല്ലാം മറന്നുപോകുന്നതാണ്. ഇപ്പം വീണ്ടും നമ്മൾ സ്കൂളിലേക്ക് വന്ന ഒരു നിമിഷമാണ്. ഈ നിമിഷത്തെ നമ്മൾ ഈ പ്രവേശനോത്സവം എന്ന ഒരു ആഘോഷമാക്കി മാറ്റി എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന നിമിഷത്തിൽ ഞാൻ ഈ വാർഡിലെ കൗൺസിലർ എന്ന നിലയിൽ ഈ സന്തോഷ സുന്ദരമായ നിമിഷം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. അടുത്ത സ്കൂളിലേക്ക് ഒന്ന് പോകണം. അതാണ് ഞാൻ ഇതിന്റെ എല്ലാ ആശംസകളും നേടുകയും ഈ ഉദ്ഘാടനം നിർവഹിക്കാനായി പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, ഈ അധ്യയന വർഷം നമ്മുടെ വിദ്യാലയത്തിലേക്ക് 41 പുതിയ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നു. ഈ അവസരത്തിൽ ആദ്യമേ തന്നെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് വിശ്വസിച്ച് മക്കളെ ഇങ്ങോട്ട് അയച്ച എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഈ വിദ്യാലയത്തിന്റെ പേരിലുള്ള ഹൃദയമുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് ഈ വിദ്യാലയത്തിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പേര് വിളിക്കുന്നതനുസരിച്ച് ഓരോരുത്തരും മുന്നോട്ട് വരിക. ടീച്ചേഴ്സ് അവരുടെ ക്രമപ്പെടുത്തി മുന്നോട്ടായിരിക്കും. LKG നമ്മൾ വരുന്നത് അനന്തദർശന അനന്തദർശനം നവീൻ രക്ഷാരാജേഷ് ആവിക ദേവാസ് ദേവചരൺ ശേഖരൻ ദേവചരൺ കിതാബി അദ്വിത മുഹമ്മദ് അലി കൈലാഷ് ചൗധരി ആദിദേവകുമാർ ഏതായാലും അംഗിക അംഗിക സ്വാമിക സജീവ് അടുത്ത
അവരുടെ 1ാം ക്ലാസ്സിലെ അഡ്മിഷൻ ജസ്റ്റിൻ പി ജെ അനന്ത കൃഷ്ണസ് തസ്ലീം നൻസി അനാമിക അർഷിത ശക്തി അർഷിത രണ്ടാം ക്ലാസ്സിലേക്ക് ദയാവിഷ്ണു ധ്യാൻ സുമേഷ് രണ്ടാം ക്ലാസ്സിൽ നിന്ന് മാനവി വരും മാനവി വരും ശ്രേഷ്ഠാശ്രീ രക്ഷിത കൃഷ്ണൻ മുഹമ്മദ് പുതിയൊരു അധ്യയന വർഷം വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ കാലാവസ്ഥയൊക്കെ വളരെ അനുകൂലമായി ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ തന്നെ ഈ വർഷത്തിലുടനീളം തുടരട്ടെ എന്നും വളരെ മനോഹരമായ അക്കാദമിക് വർഷം കുട്ടികൾക്ക് സന്തോഷകരമായ ഒരു വർഷമായി തീരട്ടെ ആശംസിക്കുന്നു. കൗൺസിലർ കൂടിയായ ശ്രീമതി ശൈലി ആന്റണി, വിദ്യാലയത്തിലെ പ്രിയപ്പെട്ട അധ്യക്ഷന്മാർ, സ്വാഗതം ആശംസിച്ച ശ്രീമതി ബിന്ദു ടീച്ചർ, ആശംസകളെ പറ്റി സംസാരിച്ച പ്രധാന സാർ, ശ്രീമതി ജസിയ, ശ്രീമതി സെലീന, പ്രിയപ്പെട്ട SLC അംഗങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കൊച്ചുമകളെ, എന്നത്തെ സൂചിപ്പിച്ചതുപോലെ കേരളമെമ്പാടും ഇല്ല ഒരു ഉത്സവ ലഹരിയിലാണ്. എല്ലാ വർഷങ്ങളിലും പോലെ പൊതുവിദ്യാലയത്തിലേക്ക്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാലയങ്ങളിലേക്ക് 3 ലക്ഷത്തിലധികം പുതിയ കുട്ടികൾ അക്ഷരത്തിന്റെ അറിവ് നേടി എത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വിദ്യാലയത്തിലും പുതുതായി 41 കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവസരത്തിൽ അവരെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ മനസ്സോടുകൂടി ഈ വിദ്യാലയത്തിന്റെ കുടുംബത്തിലേക്ക് ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യും. നമ്മുടെ വിദ്യാലയത്തിന്റെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയമാണ്. 100-ലേറെ വർഷം പഴക്കമുള്ള ചില പുരാതനമായ ഒരു വിദ്യാലയം. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ഇന്ന് വിദ്യാലയം തലയെടുപ്പോടുകൂടി നമ്മുടെ നാടിന്റെ ടൗണിലെ ഹൃദയത്തിൽ നിൽക്കുന്നത്.
അത് വിശ്വസിച്ച ഇവിടേക്ക് അഡ്മിഷൻ എടുത്ത എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഇവിടെ നമുക്കറിയാം 1 മുതൽ 5ാം ക്ലാസ് വരെ, LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള സ്റ്റാൻഡേർഡുകളാണുള്ളത്. ഇവിടെ എല്ലാ ക്ലാസ്സിലേക്കും പൂർണ്ണ സജ്ജരായ അധ്യാപകരെല്ലാവരും ഉണ്ട്. ഇപ്പൊ നമുക്ക് 5ാം ക്ലാസ്സിലാണ് കഴിഞ്ഞ 5 വർഷം ഒരു ഹിന്ദി അധ്യാപികയുടെ കുറവുണ്ടായത്. അപ്പൊ അത് ഇത്തവണ പരിഹരിക്കപ്പെടുകയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മളിവിടെ പുതിയ ഹിന്ദി ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ നടത്തുന്നു. അപ്പൊ അതോടുകൂടി അധ്യാപകരുടെ ഷോർട്ടേജ് നമ്മുടെ വിദ്യാലയത്തിൽ പൂർണ്ണമായി ഇല്ലാന്ന്. അതുപോലെ തന്നെ ഈ അധ്യയന വർഷം കഴിഞ്ഞ മാർച്ച് 28 വർണ്ണത്തിലാണ് പ്രിപ്പറേറ്ററി ക്ലാസ്സുകളിലെ മനോഹരമായ ക്ലാസ്സുകൾ അതെല്ലാം ഈ അധ്യയന വർഷം നമുക്കായിട്ട് ഒരുക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ മഴക്കാലത്ത് നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇവിടെ വെള്ളം നൽകുന്നത് പോകാനുള്ള അസൗകര്യമില്ലാതെ. അപ്പൊ അത് നമ്മൾ മുനിസിപ്പാലിറ്റി ആവശ്യപ്പെടുന്നതായിട്ട് അതിന്റെ മാറ്റം നടക്കുകയാണ്. ഇപ്പൊ 2 ദിവസത്തിനുള്ളിൽ ഇന്റർലോക്ക് പ്രാഗിക മുറ്റ ബാക്ക് സൈഡിൽ വരാൻ പോകും. അപ്പൊ അതുപോലെ തന്നെ മഴക്കാലമായാലും നമുക്ക് ഇനി ഒന്നിനെയും ഭയപ്പെടാതെ വളരെ നന്നായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടപ്പിലാക്കി വരികയാണ്. ഇനി ഒരു കാര്യം മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. പുതുതായിട്ടുള്ള മാതാപിതാക്കളെ പ്രത്യേകിച്ച് കേൾക്കുക. മക്കളെ ഇവിടെ വിദ്യാലയത്തിൽ തന്നു എന്ന് കരുതി നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് വരുന്നത് പോലെ തന്നെ മാതാപിതാക്കളും ഈ വിദ്യാലയത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ വിദ്യാലയത്തിൽ വരിക. അവരവരുടെ ക്ലാസ് ടീച്ചറുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക. നമ്മുടെ മക്കളാണ് നമ്മുടെ എല്ലാം. നമ്മൾ ഈ ജീവിക്കുന്നതും ഓടുന്നതും ഈ പണിയെടുക്കുന്നതും ഒട്ടും സമയമില്ലാതെ യാത്ര ചെയ്യുന്നതും ഒക്കെ എല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മക്കളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി നമുക്ക് പറ്റുന്ന സമയം നമ്മൾ മാറ്റിവെക്കണം. അത് വിദ്യാലയത്തോട് ചേർന്നതിന് വേണം. ഇവിടെ നന്നായി പ്രവർത്തിക്കുന്ന SLC ഉണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു 20 SLCയാണ് തിരഞ്ഞെടുത്തത്. എങ്കിലും അതിൽ 6-7 പേര് മാത്രമാണ് വളരെ സജീവമായിട്ട് എല്ലാ തരത്തിലും ഇടപെടുന്നത്. അവരിടപെടുന്നതുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് പോകുന്നത്. അപ്പോൾ വരുന്ന അധ്യയന വർഷം SLCയുടെ ഭാഗമാകാനായിട്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുക. ഒരുപാട് സമയമൊന്നും നിങ്ങൾ ചെലവഴിക്കേണ്ടി വരികയില്ല. മാസത്തിൽ 1-2 മീറ്റിംഗ്, മിക്കവാറും മാസത്തിൽ 1 മീറ്റിംഗ് ഉണ്ടാവാറ്. അപ്പോൾ അത്തരം മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത നമ്മുടെ വിദ്യാലയത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നാൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാനുള്ള ഒരു വേദി കൂടിയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ പുറകോട്ട് മാറി നിൽക്കാതെ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് സ്കൂളിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് പുതുതായിട്ട് ഇവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് മാത്രമായി യോഗത്തിൽ ഓർമ്മിപ്പിക്കാനുള്ള കൂടുതൽ ധരിപ്പിക്കുന്നില്ല. എല്ലാവരും ഇപ്പോൾ ഒത്തിരി സമയമായിട്ട് വിശദീകരിക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം നല്ല ക്ലാസ്സുകളിലേക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് പായസമൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊടുത്ത് വളരെ സന്തോഷത്തോടുകൂടി വേണമെന്ന് നമുക്ക് ഇവിടുന്ന് ചെയ്യാനായിട്ട് ഇത് ഒരു തുടക്കമാണ്. വരുന്ന നാളുകളിലെല്ലാം കൂടുതൽ കരുത്തോടുകൂടി കൂടുതൽ ശ്രദ്ധയോടുകൂടി നമ്മുടെ വിദ്യാലയത്തെ ഈ ജില്ലയിലെ ഏറ്റവും തലയെടുപ്പുള്ള വിദ്യാലയമാക്കി മാറ്റുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാ മാതാപിതാക്കളെ അംഗമഴിഞ്ഞ സ്നേഹവും സഹകരണവും ഉണ്ടാവണം. ഞങ്ങൾ അധ്യാപകർ എന്തിനും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളിലും എന്ത് കാര്യത്തിലും ഏത് സമയത്ത് സമീപിക്കാവുന്നവരാണ്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ നിങ്ങൾ അത് തുറന്നു പറഞ്ഞ് അത് ഷെയർ ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ LKG മുതൽ 5ാം ക്ലാസ് വരെയാണ് നമ്മുടെ വിദ്യാലയം. അപ്പൊ ഇവിടെ LKG അഡ്മിഷൻ എടുത്തിരിക്കുന്ന മക്കളെ 5ാം ക്ലാസ് വരെ ഈ വിദ്യാലയത്തിന്റെ ഭാഗമായി തന്നെ നിർത്താനായിട്ട് നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലാകുന്നു. ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷത പദവി അലങ്കരിച്ച പ്രിയപ്പെട്ട SLC ചെയർമാന് ഔപചാരിക പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് യോഗം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീ അഞ്ജലി മാഡമാണ്. ഇന്ന് നമുക്കറിയാം ഇന്ന് എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവമാണ്. നമ്മുടെ ജില്ലാതല പ്രവേശനോത്സവം ഗവൺമെന്റ് കേരള നടത്തുകയാണ്. അപ്പൊ എവിടെ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് എല്ലാവർക്കും അവിടെ ഉപയോഗമായിട്ടുള്ളതാണ്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിനായി അവിടെ പോരാനായിട്ട്
പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് 4 ദിവസങ്ങൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യിച്ചത്. എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിക്കുന്നതിലേക്ക് ഈ പരിപാടി ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്ത ശൈലി ആനയിക്കുക ഈ വിദ്യാലയത്തിന്റെ പേരിലും SLCയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുക. ഒപ്പം നമുക്ക് ആശംസ നടത്തി സംസാരിച്ച ശ്രീമതി ജെസിയ, ശ്രീമതി സെലീന, ശ്രീമതി സ്വരാജ്, നമ്മുടെ അധ്യാപക സ്വരാജ് എന്നിവരുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ സീനിയർ ടീച്ചറായിട്ടുള്ള ബിജു ടീച്ചറെ എല്ലാവരും ഹൃദയം നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ പ്രഥമാധ്യാപിക രാജി ടീച്ചറ് പിന്നെ ശാരീരിക അസ്വസ്ഥതകളുള്ള റെസ്റ്റിലാണ്. എന്നിരുന്നാൽ തന്നെയും ടീച്ചറ് ഇന്ന് ഈ വയ്യാത്ത അവസ്ഥയിലും പ്രവേശനോത്സവം ആദ്യകൊണ്ട് ടീച്ചറിലെത്തി ഈ ചടങ്ങുകളിൽ കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടി ടീച്ചർ എത്തിച്ചേർന്ന ടീച്ചർക്ക് പ്രത്യേകമായിട്ട് ഈ വിദ്യാലയത്തിന്റെ പേരിൽ തൊഴിലുറപ്പ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്കിവിടെ പുതുതായി വന്ന എല്ലാവർക്കും ബാഗും നോട്ട് ബുക്കുകളും ഒക്കെ നമുക്ക് നൽകാനായിട്ട് സാധിച്ചു. അത് ഒട്ടേറെ പേരുടെ സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ SBB മാനേജ്മെന്റ് കൂടിയായിട്ടുള്ള രാമനന്ദൻ സാറിന്റെ ഇടപെടലോടുകൂടി നമുക്ക് എല്ലാ വർഷവും ലഭിക്കുന്ന നോട്ട് ബുക്കുകളും ബാഗ് ലഭിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് 18 നോട്ട് ബുക്കും 500-ലധികം നോട്ട് ബുക്കും 18 സ്കൂൾ ബാഗുകളാണ് നമുക്ക് ലഭിച്ചത്. ഈ അവസരത്തില് ശിവരാജ് സാറിന്റെ നേതൃത്വത്തിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിന് ഈ വിദ്യാലയത്തിന്റെ പേരുള്ള അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത വാർഡ് കൗൺസിലർ കൂടിയായ ശ്രീ ഷാനവാസ് നമുക്ക് 10 ബാഗ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിലെ പ്രിയപ്പെട്ട ഷാനവാസ് അവരുടെയും ഏറെ സ്നേഹത്തോട് നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത ഒരു സ്ഥാപനമായ നാഷണൽ കോളേജിൽ നിന്ന് നമുക്കൊരു 4 ബാഗ് സ്പോൺസർ ചെയ്തു. അപ്പോൾ നാഷണൽ കോളേജിന്റെ മാനേജ്മെന്റിന് ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കുകയാണ്. ബാക്കി ബാഗുകൾ നമ്മുടെ അധ്യാപകരുടെ കൂട്ടായ്മ എല്ലാവരും കൂടി ചേർന്നാണ് വാങ്ങിയത്. ഈ അവസരത്തിൽ അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ തിരക്കുകളുടെ ഇടയിലും സമയം കണ്ടെത്തി ഞങ്ങളുടെ മക്കളുടെ പ്രവേശനോത്സവം മനോഹരമാക്കുന്നതിന് ചേർന്ന എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചോദിക്കുന്നു.